തിരുവനന്തപുരം പൊന്മുടിയിൽ വീണ്ടും അപകടകരമായ രീതിയിൽ വിനോദസഞ്ചാരികളുടെ കാർ അഭ്യാസം. കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നവർ ശരീരം പുറത്തേക്കിട്ട് അപകട വളവ് തിരിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പൊന്മുടി പോലീസ് വാഹനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോകുൽ, നമ്മുടെ നിയമങ്ങളും ഗതാഗത നിയമങ്ങളൊക്കെ ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കടുപ്പിക്കുന്നുണ്ട്, കൂടുതൽ കർശനമാക്കുന്നുണ്ട്, ആ തരത്തിൽ പരിഷ്കരണവും നവീകരണവും ഒക്കെ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ നിലയ്ക്കാതെ തുടരുന്നത്. അവരുടെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ആരാണ് എന്താണെന്ന് പറ്റി അറിഞ്ഞോ? എപ്പോഴായിരുന്നു ഈ അഭ്യാസം? പക്ഷേ ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ഈ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പൊന്മുടിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം, അത് പ്രത്യേകിച്ച് ഈ മലമേഖലയുമായി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹെയർ പിൻ വളവുകൾ ധാരാളം ഉള്ളതാണ്. അത് പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള വളവുകളുള്ള പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചു കയറ്റിയത്. പ്രത്യേകിച്ച് പിൻ സീറ്റിലിരിക്കുന്നവർ സീറ്റിൽ നിന്ന് തല പുറത്തേക്കിട്ട് ശരീരം പുറത്തേക്ക് വീഴുന്ന രീതിയിൽ തന്നെ ഉള്ള വലിയ അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ച് കയറ്റുകയും ചെയ്തത്. എന്തായാലും മറ്റാരോ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നൊന്ന് കണ്ടതുകൊണ്ടാണ് ഈ സംഘം വാഹനത്തിനകത്തേക്ക് തല തിരിച്ച് കയറ്റുകയും ചെയ്തത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി വാർത്തകൾ പൊന്മുടിയിൽ നിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് മലയ്ക്ക് മുകളിലേക്ക് വാഹനം അപകടകരമായിട്ടുള്ള രീതിയിൽ ഓടിച്ച് കയറ്റിയ സംഘത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടതും പിന്നീട് ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ഇടപെട്ടാണ് ഈ കാർ തിരിച്ച് കയറ്റുകയും ചെയ്തത്. അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതും. എന്തായാലും ഈ യുവാക്കളെ പറ്റിയുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇവരാരാണെന്നോ കാറിൻ്റെ നമ്പറോ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരാതി എടുത്തിട്ടുണ്ട്, കേസ് അന്വേഷിച്ചു വരികയാണ്. ഇവരെ ഉടൻ പിടികൂടാനാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ ഈ പൊന്മുടി പ്രദേശത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. ആര്യ.